ഹായ് ഹലോ, സിബിൻ സ്റ്റിച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ച ഓവർലാപ്പ് ഗൗൺ എന്ന് പറയും. അതിന്റെ ഫ്രണ്ട് പാർട്ട്. ഈ ഫ്രണ്ട് പാർട്ട് രണ്ട് പീസായിട്ടാണ് വരിക. ക്രോസിൽ വി കത്ത് പോലെ, വി കത്താണ് അതിന് വരിക. അപ്പൊ വി പോലെ തന്നെ ഇതാണ് ഓവർലാപ്പ് എന്ന് പറയുന്ന സംഭവം. ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ക്ലോസിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും ബോഡി പാർട്ടിൽ. ഇതിനൊരു ഫ്രോക്കിന്റെ താഴെ ഭാഗത്തോട്ട് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഉണ്ടാക്കുന്ന ആദ്യം കനവാസ് ഇട്ടിട്ട് അടിച്ച് മുറിച്ച് കൊടുക്കുക. ഇപ്പൊ തൽക്കാലം നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിനെ അടിച്ച് മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പീസിനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു പീസിനെ എടുത്ത് നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിലിങ്ങനെ വെറുതെ മേലെ ഭാഗം വലിയാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് ആ ഭാഗവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് ബോഡി പാർട്ട് ഫ്രണ്ടിന് രണ്ട് പീസാണ് വരിക. സാധാരണ ഗൗണിന് ബോഡിന്റെ ഫ്രണ്ട് യോക്ക് എന്ന് പറയുന്ന ഒരു പീസ്, ഇത് ഫ്രണ്ടിൽ രണ്ട് പീസ്. ഈ രണ്ട് പീസിനെ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. നമ്മളവിടെ മടക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിനെ വെക്കേണ്ടത് രീതി എങ്ങനെയെന്ന് കാണിച്ചു. ഇത് ബോഡി പാർട്ടിന്റെ ഫ്രണ്ടിന്റെ ഒരു ഭാഗമാണ് ഇത് വരുന്നത്. ഇനി മറ്റേ ഭാഗമാണിത്. ഇതിനെ ഇങ്ങനെ വെക്കുക. ഇത് നമ്മുടെ അളവുകളുണ്ട്. അളവിനനുസരിച്ച് ഇവിടുത്തെ തുമ്പും ഒക്കെ നോക്കിയിട്ട് അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതിനെ വെച്ച് റെഡിയാക്കി. കണ്ടോ, ഇത് കഴുത്താണ് വരുന്നത്. ഇത് താഴോട്ടുള്ള ഭാഗം. ഇനി നമ്മൾ ഇതിനൊരു അളവുണ്ട്. ആ അളവ് ടേപ്പ് എടുത്തിട്ട് നമ്മൾ കൃത്യമായിട്ട് അളവ് റെഡിയാക്കണം. അപ്പൊ ഇതിന്റെ വൺ സൈഡ് ആണ് വരുന്നത് ഫ്രണ്ട് പാർട്ട്. ഇതിന്റെ അളവ് ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. 19 ഇഞ്ച് വൺ സൈഡ് നമുക്ക് കിട്ടണം. അതിനനുസരിച്ച് ഇവിടെ നമ്മൾ കഴുത്ത് ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കഴുത്തിന്റെ വൈഡ് കൂടെ നോക്കണം. കഴുത്തിന്റെ വൈഡ് ഓവറായി പോകാൻ പാടില്ല. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് ഇവിടെ വൈഡിനനുസരിച്ച് ഇവിടെ അളന്ന് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ചെസ്റ്റിന്റെ ഭാഗം ഇവിടെ അളന്ന് നോക്കുക. അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ചെസ്റ്റിന്റെ ഭാഗം അളവ് നോക്കിയില്ല. ആ അളവ് നോക്കി ഈ ഇതിനും കഴുത്തിന്റെ വൈഡ് നോക്കിയതിനനുസരിച്ച് ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യേണ്ട രീതിയിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടും കണ്ടോ, ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ മാർക്കിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ട്രാ പോവില്ല. നമ്മളെ അളവിന് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതാണ്, ഇങ്ങനെയാണ് ഫ്രണ്ട്. ഇനി അതിനനുസരിച്ച് നമ്മൾ താഴ്ഭാഗം എത്ര നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ അതുകൂടെ അളന്ന് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്കൊരു 17 കിട്ടണം. അപ്പൊ 17നെ വൺ സൈഡ് ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ഭാഗത്തും ശ്രദ്ധിക്കുക. ഇവിടെ കഴുത്തിന്റെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ആ മാർക്കും രണ്ട് പീസുമേ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ മാർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വലിയ സ്റ്റിച്ചാക്കി അയച്ചു കളയേണ്ട രീതിയിൽ ഒരു വലിയ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് അഡ്ജസ്റ്റ്മെന്റ് മെഷീനുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തതൊക്കെ ഇത് നമുക്ക് അയച്ചു കളയേണ്ടതല്ല. ബാക്ക് യോക്ക് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു. ഇതാണോ? ഇനി ഈ കഴുത്തിന് നമ്മള് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കഴുത്ത് ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കഴുത്തിന് തെല്ലിനൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട്
ഈ അളവ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കഴുത്തിൻ്റെ വൈഡ്, കഴുത്തിൻ്റെ ലെങ്ത്ത് എല്ലാം നോക്കാനുണ്ട്. കഴുത്തിൻ്റെ ലെങ്ത്ത് നോക്കുക, അതിനനുസരിച്ച് അളവെടുത്തിട്ട് അളന്നിട്ട് വേണം ചെയ്യാൻ. ഓരോരുത്തരെ അളവിനനുസരിച്ച് ആണ് ഇതെടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു അളവിൽ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ കഴുത്ത് വരുന്നത് ഒരു 7 ഇഞ്ച് വൈഡ്, ഒരു 6 ഇഞ്ച് ലെങ്ത്ത്, ആ ബേസിലാണ് വരിക. ഇങ്ങനെയായിരിക്കും ഇത് വരിയിട്ട്. ഇതാണ് ഓവർലാപ്പ് ഗൗണിൻ്റെ ഫ്രണ്ട്. ഇനി നമ്മളിവിടെ വലിയ സ്റ്റിച്ചിൽ അയച്ചു വെച്ചിരുന്ന ഈ വലിയ സ്റ്റിച്ചിനെ അങ്ങോട്ട് അയച്ചു കളയാം. വലിയ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു അളവ് കട്ട് ചെയ്ത് അടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുക, തുറന്ന് കിടക്കണം. പിന്നെ തുറന്ന് കിടക്കേണ്ട അവിടെ ഒരു സ്റ്റിച്ചിങ് മാത്രം മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതാണ് ബോഡി പാർട്ട്. ഇതാണ് ഓവർലാപ്പിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഫ്രണ്ട് എന്ന് പറയുന്ന സംഭവം കണ്ടോ, ഇവിടെ ഓപ്പൺ ആയിരിക്കും ഈ ഭാഗം. ഇത് ഗൗൺ ഫ്രോക്കിന്റെ താഴേക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം. ഇത് കഴുത്തിന്റെ ഭാഗം. ഇവിടെ ഷോൾഡർ, ഇവിടെ കൈ, ഇങ്ങനെ വരും. തയ്ച്ചു കഴിഞ്ഞാൽ ബോഡി പാർട്ട് ഫ്രണ്ട് മാത്രമാണ്, ഫ്രണ്ട് പീസാണിത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു, ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.